അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സാധനം പരീക്ഷിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പിസ്സ പരീക്ഷിച്ച്. ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന സാധനം ഇതാണ്. ഇതിൻ്റെ പേരാണ് ചീസി കോൺ ട്രയാങ്കിൾസ്. ഇതിൻ്റെ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ITC മാസ്റ്റർ ഷെഫ് എന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇത് പൊരിച്ച് തിന്നുന്ന സാധനമാണ്. ഇതിനെ പ്രത്യേകമൊന്നുമില്ല, 3-4 മിനിറ്റ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വേവും. ഇത് പൊട്ടിച്ച് എങ്ങനെ ഇരിക്കുന്നതെന്നും കൂടെ കാണിക്കാം. അപ്പോൾ കുറച്ച് നമ്മൾ തട്ടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. തണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ട്രയാങ്കിൾ ഷേപ്പാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് കുറേയൊക്കെ പൊടിഞ്ഞ് അവിടെ ഇവിടെ കിടക്കും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ സഞ്ചിക്കകത്തൊക്കെ ഇട്ടുകൊണ്ട് വന്നതിന് ഇനി അതുകൊണ്ട് പൊടിഞ്ഞാന്നോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് പൊരിച്ചെടുക്കാൻ പോയി. എനിക്കൊരു സംശയമുണ്ട്, ഈ സൺഫ്ലവർ ഓയിലായിരുന്നോ വെളിച്ചെണ്ണയാണോ ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്? ഞാനിപ്പോൾ കുറച്ച് ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ ചട്ടിയുടെ അടി പറ്റ ഒരു ഇച്ചിരി എണ്ണ വെച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊരിച്ച് കിട്ടണം. അയ്യോ എന്തൊക്കെയോ പൊട്ടിത്തെറികൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം ഇട്ടേ ചെയ്യാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയ്ക്ക് ഉള്ള ലെവലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നടന്ന് തിരിച്ചിട്ടെടുക്കണം. 3-4 മിനിറ്റ് ഇതിൻ്റെ വേവുള്ളൂ. നമ്മളിതെല്ലാം ഈ ചിഞ്ചു സാധനം വാങ്ങിക്കാൻ പോയപ്പം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ പിസ്സ ഇന്ന് നമ്മൾ ഈ ചീസും കണ്ടപ്പോൾ ആ കൊച്ചിന് കൊതി തോന്നി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാ നിങ്ങൾക്ക് അറിയാം? ഇത് ചീസ്. അപ്പം നല്ല ടേസ്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കഴിച്ചു നോക്കിയിട്ടൊക്കെ പറയാം. ഞാൻ ഇതുവരെ തിരിച്ചിട്ടില്ല. കുറേ നേരമായി നമ്മൾ ഇട്ടേച്ച് മൊരിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഞാൻ വല്ല ചാതി ഇതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരുമാതിരി പൊടിഞ്ഞ് ഇല്ല, എന്താ പറയുന്നത്, പീസായിട്ടല്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇതിപ്പോൾ കിടക്കുന്നത്. ഇനി ഇച്ചിരി തണുപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ ഇച്ചിരി വെളി വെച്ചാൽ അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വല്ല ചതി നമ്മളിതിനെ കോരി ഇങ്ങനെ എടുത്തിട്ട് ഈ പരുവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തിന്ന് നോക്കിയപ്പോൾ സംഭവമൊക്കെ കൊള്ളാം. അങ്ങനെ ആ ടേസ്റ്റ് പഠിച്ച് ആ തച്ചിനിരുന്ന് 3-4 എണ്ണം ഞാനും എൻ്റെ കൊച്ചും കൂടെ തീർക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്.